അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. പ്രിയ സഹോദര സഹോദരിമാരെ, പുതുവർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? മുഹറം എന്ന് കേൾക്കുമ്പോൾ ഹിജ്റ വർഷാരംഭം, ഹിജ്റ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹിജ്റ എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക അത് രക്ഷപ്പെടലിൻ്റെ, അത് പലായനം ചെയ്യലിൻ്റെ ഒക്കെ ഒരു രീതിയിലാണ്. ഹിജ്റ എന്ന് പറയുമ്പോഴേക്ക് രക്ഷപ്പെടുക, പലായനം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളൊരു ഒരർത്ഥത്തിലുള്ള ഒരു ദയനീയതയാണ് നമ്മൾ കാണുക, കേൾക്കുക, അല്ലേ? എങ്കിൽ ഈ ഹിജ്റയെ കുറിച്ച് നാം ശരിക്ക് വിലയിരുത്തിയാൽ, ശരിക്ക് നാം പഠിച്ചാൽ, ഹിജ്റക്ക് രക്ഷപ്പെടുക എന്ന് അല്ലെങ്കിൽ പലായനം ചെയ്യുക എന്നൊക്കെ പറയുന്നതിലേറെ ശക്തിപ്പെടുക, അതിനുള്ള വഴിയും മാർഗവുമാവുക എന്നൊക്കെ പറയലായിരിക്കും ഏറ്റവും ഉചിതം അല്ലെങ്കിൽ ഏറ്റവും അഭികാമ്യം എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊന്ന് ഓർത്തു നോക്കൂ, രക്ഷപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ രക്ഷപ്പെടുന്ന ആളിങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും ഒതുങ്ങിയും പതുങ്ങിയുമൊക്കെ വരികയും പോവുകയും ചെയ്യുന്ന രീതിയാണ് നമുക്ക് കാണാൻ കഴിയുക. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്ന രംഗം വളരെ വിജയ ശ്രീലാളിതനായ രീതിയിലാണ്, അല്ലെ? പ്രവാചകര് മദീനയിലേക്ക് എത്തുമ്പോഴേക്ക് ഒരു വലിയ ജനസമൂഹം പ്രവാചകരെ വരവേൽക്കുകയാണ്. എന്നൊക്കെ ചൊല്ലി ഇങ്ങനെ പ്രവാചകരെ ആനയിച്ചുകൊണ്ട് ഒരു വല്ലാത്തൊരു വലിയ സംഭവമായ ഒരു രാജകീയ രീതിയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. ഇതിനെ ഒരു അഭയാർത്ഥിയായി പോവുക, രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്നതിലേറെ ഒരു വിജയത്തിലേക്കുള്ള, ഒരു വിപ്ലവ മുന്നേറ്റത്തിലേക്കുള്ള വഴിയൊരുക്കമായി കാണാനല്ലേ നമുക്കൊന്നുകൂടെ സൗകര്യം? അതല്ലേ അതിൻ്റെ ഒരു രീതി? ഇനി തുടർന്നും നമ്മൾ ഓർത്തു നോക്കൂ, ഹിജ്റക്ക് ശേഷമുള്ള ഏത് ചരിത്രങ്ങൾ എടുത്തു നോക്കിയാലും അവിടെയൊക്കെ ശക്തിപ്പെടലിന്റെ ചരിത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഇസ്ലാമികമായ ഒരു വലിയ മുന്നേറ്റത്തിന്റെ, ശക്തിയാർജിക്കുന്നതിന്റെ ചരിത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഈ ചരിത്ര വായനയിൽ നിന്ന് നാം പഠിച്ചെടുക്കുക, ഹിജ്റ എന്നത് ഒരു രക്ഷപ്പെടലല്ല, ഒരു ശക്തിപ്പെടലുള്ള മാർഗമാണെന്ന് നാം മനസ്സിലാക്കുക. ഇനി ഹിജ്റയുമായി ബന്ധപ്പെട്ട പല ചരിത്രങ്ങളും നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന അവസരമായതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് ഞാൻ പോകുന്നില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഹിജ്റയെ കുറിച്ച് പഠിക്കുമ്പോൾ, ഓർക്കുമ്പോൾ, വിലയിരുത്തുമ്പോൾ നമ്മൾ ഒരു ആത്മീയമായ ശക്തിപ്പെടലിന്റെ വഴിയെ നമ്മൾ തിരഞ്ഞെടുക്കുക. ഒരർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുമ്പോൾ ഭൗതികതയെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം, അങ്ങനെ ഭൗതികതയെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം, അത് നമ്മൾ മനസ്സിലൂടെ ഒന്നിങ്ങനെ ഓടിച്ചു നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ആത്മീയമായ ശക്തി നമുക്ക് കാണാം. ഈ മുഹറം, ഈ ഹിജ്റാബ്ദം, ഈ പുതിയ വർഷം നമുക്ക് ആത്മീയമായ ശക്തിപ്പെടലിൻ്റെതാവണം. ആ ഒരർത്ഥത്തിൽ ഈ ഹിജ്റാബ്ദത്തെ നാം ഉപയോഗപ്പെടുത്തണം. അതിന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും ബോധവും ചിന്തയുമൊക്കെ നമ്മുടെ മനസ്സിൽ നിലനിൽക്കുക എന്നതാണ്. അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അതിനുള്ള ഒരു മാർഗവും വഴിയും നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നു. ആ ദൈവികമായ ഓർമ്മയും ചിന്തയും ബോധവുമൊക്കെ ഉണ്ടാവാൻ
ഉണ്ടാവാൻ നമ്മൾ അധികരിപ്പിക്കേണ്ട, എപ്പോഴും ചൊല്ലേണ്ട, പ്രത്യേകിച്ച് മുഹറം മാസം നമ്മൾ ചൊല്ലേണ്ട, പറയേണ്ട പ്രാർത്ഥനാ വാക്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. നാം കൂടുതൽ ചൊല്ലേണ്ട, പ്രാർത്ഥിക്കേണ്ട, ഉച്ചരിക്കേണ്ട വചനങ്ങൾ അല്ലാഹുമ്മ അഊദു ബിരിളാക മിൻ സുഖ്തിക. നമ്മൾ പറയുക അല്ലാഹുമ്മ, അല്ലാഹുവേ, അഊദു ബിക, നിന്നോട് ഞാൻ അഭയം തേടുന്നു, നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു, മിൻ സുഖ്തിക, നിന്റെ കോപത്തിൽ നിന്ന്, നിന്റെ കോപത്തിൽ നിന്ന്, നിന്റെ കോപത്തിൽ നിന്ന്, നിന്റെ തൃപ്തി കൊണ്ട്, നിന്റെ തൃപ്തി മുഖേനെ ഞാൻ അഭയം തേടുന്നു, ഞാൻ രക്ഷ തേടുന്നു. അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ തൃപ്തിയും കാരുണ്യവുമൊക്കെ നേടിയെടുത്തുകൊണ്ട് ആ ബന്ധങ്ങളിലൂടെ മാത്രമേ നമുക്ക് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. ആ ഒരർത്ഥത്തിലുള്ള ബന്ധമുണ്ടാക്കിയെടുക്കുക. അതിന് നമ്മെ സഹായിക്കുന്ന ഒരു വാക്യമാണ്, ഒരു വചനമാണിത്. നാം പരമാവധി അല്ലാഹുമ്മ ഇന്നി അഊദു ബിരിളാക മിൻ സുഖ്തിക, അത് നമ്മൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കുക. അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നാം ഉച്ചരിക്കുക. തുടർന്ന് പ്രവാചകർ വീണ്ടും നമ്മെ പഠിപ്പിക്കുക, വബിമുആഫാതിക മിൻ ഉഖൂബതിക, അല്ലാഹുവേ, നിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. എങ്ങനെ? വബിമുആഫാതിക, നിന്റെ വിട്ടുവീഴ്ച കൊണ്ടല്ലാതെ, നിന്റെ വിട്ടുവീഴ്ച കൊണ്ടല്ലാതെ, നിന്റെ ദയ കൊണ്ടല്ലാതെ, വിട്ടുവീഴ്ച കൊണ്ടല്ലാതെ നിന്റെ ശിക്ഷയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. അതിനു മാത്രം വലിയ ഒരു കാര്യവും എനിക്ക് എൻ്റെ ജീവിതത്തിലില്ല. അല്ലാഹുവേ, നിന്റെ കരുണ, നിന്റെ ദയ എനിക്ക് നൽകി നിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണമേ. പരമാവധി നമ്മൾ വബിമുആഫാതിക മിൻ ഉഖൂബതിക എന്ന് നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. തുടർന്നും നമ്മെ പഠിപ്പിക്കുന്നു, വഅഊദു ബിക, അല്ലാഹുവേ, നിന്നിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു, അഭയം തേടുന്നു, ഞാൻ കാവലിനെ തേടുന്നു. ലാ ഉഹ്സീ സനാഅൻ അലൈക, നിന്റെ പ്രകീർത്തനങ്ങളെ എനിക്ക് കണക്കാക്കാൻ കഴിയുകയില്ല. അത്രത്തോളം വലിയ അതിമഹോന്നതമായ ഔന്നത്യത്തിന്റെ ഉന്നതമായ രീതിയിലാണ് എനിക്കത് കണക്കാക്കാൻ കഴിയുകയില്ല. അൻത കമാ അസ്നൈത അലാ നഫ്സിക, നീ നിന്നെ പ്രകീർത്തിച്ചതുപോലെ തന്നെ നീ അത്യുന്നതമാണ്, അതിമഹത്തരമാണ്. എനിക്കത് കണക്കാക്കാൻ, എനിക്കത് മനസ്സിലാക്കാൻ, നീ നിന്നെ വാഴ്ത്തിയതുപോലെ നിന്നെ മനസ്സിലാക്കി നിന്നെ വാഴ്ത്താൻ എനിക്ക് കഴിയുകയില്ല. അല്ലാഹുവേ, ഈ വചനങ്ങൾ നമ്മൾ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മാസം പരമാവധി നമ്മളുടെ മനസ്സിനെ ദൈവികമായി ബന്ധപ്പെടുത്താൻ, ഓർമ്മയിൽ നിലനിർത്താൻ കഴിയണം. ഒന്നുകൂടെ ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹുമ്മ അഊദു ബിരിളാക മിൻ സുഖ്തിക നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. തുടർന്ന് നമ്മൾ വീണ്ടും ദുആ ചെയ്യേണ്ടത് വബിമുആഫാതിക മിൻ ഉഖൂബതിക വഅഊദു ബിക മിൻക ലാ ഉഹ്സീ സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. നമ്മൾ ഇത് ചൊല്ലി, ഇത് പ്രാർത്ഥിച്ച്, ഇതുരുവിട്ട് അള്ളാഹുമായുള്ള ഒരു വല്ലാത്ത വ്യക്തിബന്ധവും ഓർമ്മയും നാം വളർത്തിയെടുത്ത് ആത്മീയമായി നമുക്ക് ശക്തിപ്പെടാൻ കഴിയണം. ഹിജ്റ വർഷം നമുക്ക് ശക്തി പ്രാപിക്കുന്നതിന്റെ വഴിയും മാർഗവും ചരിത്രവുമാണ് തരുന്നതെങ്കിൽ അതിലൂടെ നാം ആത്മീയമായി ശക്തിപ്പെടാൻ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.